നമസ്കാരം. പ്രധാന വാർത്തകൾ. സാമ്പത്തിക തിരിമറിയുടെയും തെറ്റുകൾ ആവർത്തിച്ചതിന്റെയും പേരിലാണ് പട്ടാമ്പി മേഖലയിൽ ചിലരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്ന് സിപിഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ.പി. സുരേഷ് രാജ്. പുറത്താക്കപ്പെട്ടവരുടെ ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. പാർട്ടിയുമായി സഹകരിക്കുന്നില്ലെന്ന പരാതി ഗൌരവത്തോടെ ചർച്ച ചെയ്യും. തെറ്റുകാരെ സിപിഐ സംരക്ഷിക്കില്ലെന്നും കെ.പി. സുരേഷ് രാജ്. വളത്തോട് നഗർ റെയിൽവേ സ്റ്റേഷനു സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി എഞ്ചിനിൽ നിന്ന് വേർപെട്ടത് പരിഭ്രാന്തിക്കിടയാക്കി. 15-ാം പാലത്തിനടുത്ത് വെച്ച് വേർപെട്ടത് എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ ബോഗി. ദുരന്തം ഒഴിവായത് ട്രെയിനിന് വേഗത കുറവായിരുന്നതുകൊണ്ട്. കനത്ത മഴ തുടരുന്നു. മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഭാഗികമായി തുറന്നു. ശക്തമായ കാറ്റിനെ നേരിടാൻ പൊതുജാഗ്രതാ നിർദ്ദേശവുമായി പാലക്കാട് ജില്ലാ ഭരണകൂടം. ദേശമംഗലത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. പല ഗ്രാമീണ പാതകളും തകർച്ചയിൽ. വാടാനംകുറിശ്ശിയിൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ഗതാഗതം ദുരിതപൂർണമായ സാഹചര്യത്തിൽ യാത്രാക്ലേശത്തിന് സത്വര പരിഹാരം കാണണമെന്ന ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ രൂക്ഷ വിമർശനം. ഷൊർണൂർ ചുടുവാളത്തൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങളുമായി സിപിഎം ബിജെപി പ്രാദേശിക നേതൃത്വം. 12-13 വാർഡുകളിൽ മേധാവിത്വം ഉറപ്പിക്കാൻ പ്രദേശത്ത് സ്ഥിരതാമസമുള്ള പലരുടെയും പേര് പട്ടികയിൽ നിന്ന് നീക്കാൻ ബിജെപി ഗൂഢാലോചന നടത്തിയെന്ന് സിപിഎം. നാട്ടിലില്ലാത്തവരും മറ്റ് പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വോട്ടർ പട്ടികയിൽ വേണമെന്ന നിർബന്ധം എന്തിനെന്ന ചോദ്യവുമായി ബിജെപി പ്രാദേശിക നേതൃത്വം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കണമെന്ന് കെ ശാന്തകുമാരി എം.എൽ.എ. ഇതിനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന് എം.എൽ.എ. നിയമസഭയിൽ ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങളിൽ സമഭാവനയുടെ അന്തരീക്ഷം നിലനിർത്താനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. കൊളപ്പുള്ളിയിൽ അതിഥി തൊഴിലാളിയായ യുവതിക്ക് നേരെ ആക്രമണം. അയൽവാസി പോലീസ് കസ്റ്റഡിയിൽ. ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. മണ്ണൂർ പഞ്ചായത്തിൽ പതിവായി ഉണ്ടാകുന്ന അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിന് പരിഹാരമാകുന്നു. പുതിയ സംവിധാനം ഒരുക്കാൻ സർക്കാർ 80 ലക്ഷം അനുവദിച്ചു. നടപടി സ്ഥലം എം.എൽ.എയുടെ ഇടപെടലിനെ തുടർന്ന്. ദേശീയ സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വൈദ്യുതി മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ ബോധവൽക്കരണവുമായി കെ.എസ്.ഇ.ബി. വാർത്തകൾ വിശദമായി. സാമ്പത്തിക തിരിമറി നടത്തിയതിനും തെറ്റുകൾ ആവർത്തിച്ചതിനുമാണ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ.പി. സുരേഷ് രാജ്. ആരോപണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്നും തെറ്റുകാരെ പാർട്ടി സംരക്ഷിക്കില്ലെന്നും സുരേഷ് രാജ് പറഞ്ഞു. മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. പാർട്ടിയുമായി സഹകരിക്കാത്തത് ചർച്ച ചെയ്യണമെന്നും കെ.പി. സുരേഷ് രാജ് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്, പാർട്ടി ഭരണഘടന. ആ ഭരണഘടനയ്ക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാനുൾപ്പെടെ എല്ലാവരും ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭരണഘടന പാലിക്കാതെ വരുമ്പോൾ പാർട്ടിക്കകത്ത് സംഘടനാ രംഗത്തെ പ്രശ്നങ്ങളിൽ പാർട്ടി ഭരണഘടനയോട് നീതി പുലർത്താതെ വരുമ്പോൾ അത് തിരുത്താനുള്ള സന്ദർഭം നിരവധി തവണ പാർട്ടി കൊടുക്കും. പാർട്ടിക്കകത്തുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, തെറ്റ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറ്റും, എനിക്കും പറ്റാം, എല്ലാവർക്കും പറ്റാം. പാർട്ടിക്കകത്ത് എല്ലാവരുള്ളവരൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് തെറ്റെല്ലാവർക്കും പറ്റാം. അങ്ങനെ തെറ്റ് പറ്റുമ്പോൾ പാർട്ടി ആദ്യം അത് ചൂണ്ടിക്കാണിക്കും, ഇന്ന തെറ്റ് സഖാവിന് പറ്റിയിട്ടുണ്ട്, അത് തിരുത്തണം എന്ന് ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ സാധാരണ പാർട്ടിയോട് കൂടുതലുള്ള ഒരാളാണെങ്കിൽ അത് തിരുത്തി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കും. അങ്ങനെയാണ് പാർട്ടിക്കകത്ത് ഒരു കീഴ്വഴക്കം. പക്ഷെ ഞാൻ തെറ്റേ ചെയ്യുള്ളൂ എന്ന് തുടർച്ചയായി തീരുമാനിച്ചു പോയാൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ കൂടി നടപടികൾ സ്വീകരിക്കും. അങ്ങനെ 2-3 പേരുടെ പേരിൽ നടപടി കൂടെ. വാടാനംകുറിശ്ശിയിൽ റോഡ് തകർച്ചയ്ക്കെതിരെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയും കോൺഗ്രസിന്റെ പ്രതിഷേധം. വാടാനംകുറിശ്ശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാനംകുറിശ്ശിയിലാണ് റോഡ് തകർച്ച നേരിട്ടതിനാൽ വാഹനയാത്ര ദുരിതത്തിലായിരിക്കുന്നത്. വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡ് വന്നുചേരുന്ന ഭാഗത്താണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹനയാത്ര ദുരിതപൂർണമാണ്. സമീപത്തെ വാടാനംകുറിശ്ശി ഹൈസ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര ചെയ്യുന്ന പാത കൂടിയാണിത്. ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഗതാഗത കുരുക്കും നിത്യസംഭവമാണ്. റോഡിന്റെ തകർച്ചയ്ക്കെതിരെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയുമാണ് മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. റോഡ് പണിയിൽ പ്രതിഷേധം.
DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ അത് അവതരിപ്പിക്കുകയും പെട്ടെന്ന് ശരിയാക്കാമെന്ന മറുപടി ലഭിക്കുകയും ചെയ്തു. ഇവിടെ തൊട്ടടുത്ത ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കുട്ടികൾക്ക് നടന്നു പോകണം, അല്ലെങ്കിൽ വാഹനങ്ങളിൽ പോകണം. ആ ചെറിയ ബൈക്കുകളൊക്കെ ആ ചളിയിൽ വീണാൽ നടക്കാൻ പോകാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ഓഫീസിലെത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഈ റോഡിലുള്ളത്. സാധാരണഗതിയിൽ ഒരു റോഡ് പണി ചെയ്യുമ്പോൾ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡ് പണി ചെയ്യുമ്പോൾ പകരം സംവിധാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സമാന്തര റോഡുകൾ തുറന്നിട്ടാണ് പണി ചെയ്യേണ്ടത്. അത് അവരോട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനവർ തയ്യാറല്ല. അത് കരാറുകാരനും ഉദ്യോഗസ്ഥരും ഇനി അതിൻ്റെ മേൽനോട്ടത്തിൽ ആരാണോ അവരൊക്കെ പാടെയുള്ള ഒത്തുകളിയാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രൂപേഷ് അധ്യക്ഷനായി. PP യൂസഫ്, TT സലീം, ഷാഫി കാരക്കാട്, നന്ദകുമാർ, അസീസ്, നാരായണൻ, VT അലി, നിസാർ, വരദരാജൻ, സുരേഷ്, ഗോപി, രാമൻകുട്ടി, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാടാനംകുറിശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. റോഡ് തകർച്ച പരിഹരിക്കുന്ന കാര്യത്തിൽ KRFBയും റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ പരസ്പരം പഴിചാരുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് കലക്ടറെ സമീപിച്ചിട്ടുണ്ട്. റോഡിന്റെ തകർച്ച ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാൾത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി എഞ്ചിനിൽ നിന്നും വേർപെട്ടത് പരിഭ്രാന്തിക്കിടയാക്കി. വെള്ളിയാഴ്ച രാവിലെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് 15ാം പാളത്തിനടുത്ത് വെച്ച് വേർപെട്ടത്. ട്രെയിനിന് വേഗത കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവായി. വെള്ളിയാഴ്ച രാവിലെ 9:30യോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. എഞ്ചിനും ബോഗിയും തമ്മിൽ 10 മീറ്ററോളം വേർപെട്ടപ്പോൾ AC കോച്ചിലെ യാത്രക്കാർ ബഹളം വെക്കുകയായിരുന്നുവെന്ന് യാത്രക്കാരനായ അജയ് കൃഷ്ണൻ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 10:30യോടെ ഒരു ശബ്ദം വരികയും പിന്നീട് പുറത്തേക്ക് വന്നപ്പോൾ ബോഗി കുറച്ച് എഞ്ചിൻ റൂം കുറച്ച് മുന്നോട്ട് പോയി. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. ആകെ പേടിച്ച് വന്ന് നോക്കുമ്പോൾ ആരുമില്ല, അവരങ്ങോട്ട് പോയി. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇത് ആകെ വിട്ടുകിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇറങ്ങി ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം പെട്ടെന്ന് തന്നെ എത്തി. കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമായി. മെല്ലെ കാരണമാണ് അത്ര പ്രോബ്ലം ഉണ്ടാകാതിരുന്നത്. ഇത് പക്ഷേ സ്പീഡിലായിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നത്. തലനാരിലേക്ക് രക്ഷപ്പെട്ടതാണ്. ട്രെയിൻ നിർത്തിയതിനെ തുടർന്ന് CMW ഷൊർണൂർ സ്റ്റാഫ് അംഗങ്ങളും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും മെക്കാനിക്കൽ വിഭാഗവും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. സാങ്കേതിക വിഭാഗം നടത്തിയ പരിശോധനയിലാണ് AC കോച്ചിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയായിരുന്നുവെന്ന് അറിയാൻ സാധിച്ചത്. സാങ്കേതിക തകരാറുകൾ നീക്കിയ ശേഷം 12:30യോടുകൂടിയാണ് വള്ളത്തോൾ നഗർ സ്റ്റേഷൻ വിട്ടത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ദീർഘനേരത്തെ സുരക്ഷാ നടപടികൾക്ക് ശേഷമാണ് യാത്ര പുനരാരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മംഗലം ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2 ഷട്ടറുകൾ നിശ്ചിത അളവിൽ തുടർന്നു. ചെറുകുന്നം പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഡാമിലെ ജലനിരപ്പ് ബ്ലൂ അലേർട്ടിൽ എത്തിയതിനെ തുടർന്നാണ് ഷട്ടറുകൾ ഭാഗികമായി തുറന്നത്. 78.64 മീറ്ററാണ് ഡാമിന്റെ സംഭരണശേഷി. ജലനിരപ്പ് 76 സെന്റിമീറ്ററിലെത്തിയ സാഹചര്യത്തിലാണ് 1ാമത്തെയും 4ാമത്തെയും ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. ഡാമിന്റെ ഓറഞ്ച് അലേർട്ട് ലെവൽ 76.51 മീറ്ററാണ്. ഷൊർണൂർ നഗരസഭയിലെ ചുടുവാൾത്തൂർ മേഖലയിലെ വാർഡുകളിൽ വിജയമുറപ്പിക്കാൻ BJP വോട്ടർ പട്ടികയിൽ നിന്ന് പലരുടെയും പേര് നീക്കം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതായി ആക്ഷേപം. CPM പ്രാദേശിക നേതൃത്വമാണ് പരാതിയുമായി രംഗത്ത് വന്നത്. അതേസമയം വാർഡിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കുക തന്നെ വേണമെന്ന് BJP നേതാക്കൾ പ്രതികരിച്ചു. ഷൊർണൂർ ചുടുവാലത്തൂർ മേഖലയിലെ 12, 13 വാർഡുകളിൽ സ്ഥിരതാമസക്കാരായ പലരും ഇവിടെ താമസിക്കുന്നില്ലെന്ന് കാണിച്ച് BJP പ്രാദേശിക നേതൃത്വം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പലർക്കും തൊഴിൽ മുടക്കി വെള്ളിയാഴ്ച ഹിയറിംഗിന് ഹാജരാകേണ്ട സാഹചര്യമുണ്ടായെന്ന് പ്രദേശത്തെ CPM നേതാക്കൾ ആരോപിച്ചു. വാർഡ് ഏതുവിധേനയും പിടിച്ചെടുക്കാനുള്ള അടവ് തന്ത്രമാണ് ഇതിനു പിന്നിലെന്ന് CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി അംഗം KN അനിൽകുമാർ, 12ാം വാർഡ് കൗൺസിലർ KM ലത, ബ്രാഞ്ച് സെക്രട്ടറി രാകേഷ് എന്നിവർ പറഞ്ഞു. ഇത്തരം ജനാധിപത്യ വിരുദ്ധ നടപടികൾ BJP അവസാനിപ്പിക്കണമെന്ന് KN അനിൽകുമാർ ആവശ്യപ്പെട്ടു. ഈ ഏരിയയിലെ സ്ഥിരതാമസക്കാരായ ആളുകൾ ഹിയറിംഗിന് ആവശ്യമായ രേഖകളുമായി വരുമ്പോൾ പരാതിക്കാരൻ, ആക്ഷേപകൻ എന്ന് പറയുന്ന ചുടുവാൾത്തൂരിലെ ശ്രീരാഗം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ഇത് ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അവസാനം ഹിയറിംഗിന് ഇരുന്ന് കൊടുക്കാതെ സ്ഥലം വിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്.
ഒട്ടനവധി വിവിധ തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഇത്തരം ആളുകളെ ഇന്ന് ലീവ് എടുത്ത് തൊഴിൽ നഷ്ടപ്പെടുത്തി ഇവിടേക്ക് വരുത്താനുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കി നാണം കെട്ട വോട്ടുണ്ടാക്കാനുള്ള ഒരു വാർഡിൽ ജയിക്കാനുള്ള BJPയുടെ ഈ അടവ് തന്ത്രം വിലപ്പോകില്ല. പട്ടികയിൽ നിന്ന് പേര് നീക്കാനുള്ള പരാതിക്കെതിരെ ചില പ്രദേശവാസികളും പ്രതികരിച്ചു. എൻ്റെ മകൻ ചുടുവാലത്തൂർ 12 നമ്പർ വാർഡിലാണ് താമസിക്കുന്നത്. അവൻ ജോലി സഹായത്തിന് വേണ്ടി പുറത്താണ് ജോലി ചെയ്യുന്നത്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും വരും. പക്ഷേ അവൻ്റെ പേര് വോട്ടേഴ്സിൽ നിന്ന് നീക്കാൻ വേണ്ടിയിട്ട് അവർ എഴുതി കൊടുത്തിട്ടുണ്ട്. അതേസമയം സ്ഥലത്ത് സ്ഥിരതാമസമില്ലാത്തവരുടെ പേരുകളാണ് നീക്കം ചെയ്യുകയെന്നും വാർഡിൽ താമസമില്ലാത്തവരെ പട്ടികയിൽ നിലനിർത്താൻ അനുവദിക്കില്ലെന്നും BJP കൗൺസിലർ K. പ്രസാദ് പറഞ്ഞു. രേഖകൾ നിരത്തിയാണ് BJP സംസാരിക്കുന്നത്. ആക്ഷേപമുള്ളവർ രേഖകൾ ഹാജരാക്കാൻ തയ്യാറാകണം. ഇക്കാര്യത്തിൽ വാചക കസർത്തിന്റെ ആവശ്യമില്ലെന്നും പ്രസാദ് പ്രതികരിച്ചു. സ്വാഭാവികമായിട്ടും വിവാഹം കഴിഞ്ഞു പോയ ആളുകൾ അല്ലെങ്കിൽ സ്ഥലത്ത് സ്ഥിര താമസമില്ലാതെ വീട് വിറ്റുപോയ ആളുകളുടെ പേരുകളാണ് നീക്കം ചെയ്തിട്ടുള്ളത്. ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുക എന്നതും ജനാധിപത്യ രീതി തന്നെയാണ്. പക്ഷേ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതാത് വാർഡുകളിലുള്ള ആളുകളെ മാത്രം നിലനിർത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് രേഖപ്പെടുത്തുക എന്ന ശക്തമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായി നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടി വാർഡ് 12-ലും 13-ലും ചെയ്തിട്ടുള്ളത്. ഈ പ്രവൃത്തി ആക്ഷേപമുണ്ടെങ്കിൽ അവർക്ക് രേഖാമൂലം അവരുടെ രേഖകൾ ഈ നഗരസഭാ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആക്ഷേപത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. പക്ഷേ ഇവിടെ രേഖകൾ കൊടുക്കാതെ വായ കൊണ്ട് സംസാരിക്കുന്ന ഒരു സമീപനമാണ് ഇതിനു മുന്നേ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കാനുള്ള നടപടി ഊർജിതമാക്കണമെന്ന് 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനത്തിൽ കോങ്ങാട് MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങളിൽ സമഭാവനയുടെ അന്തരീക്ഷം നിലനിർത്താനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു ശാന്തകുമാരിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി സഭയെ അറിയിച്ചു. 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കാനായി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട നിയമസഭാ ചോദ്യോത്തരവേളയിൽ കോങ്ങാട് MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി സബ്മിഷൻ ഉന്നയിച്ചു. എന്റെ ചോദ്യം സർ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഈ പ്രോത്സാഹനം നൽകുന്നതോടൊപ്പം തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊരു ആശയം ഫലപ്രദമായി നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലേ? അതിനാവശ്യമായിട്ടുള്ള എന്തെല്ലാം നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് വിശദീകരിക്കാം. 2 വർഷം മുൻപ് സമഭാവനയുടെ സൽക്കലാശാലകൾ എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ജെൻഡർ ജസ്റ്റിസ് ക്ലബ് തുടങ്ങാൻ നിർദ്ദേശം നൽകി. കലാലയങ്ങളിൽ വിമൻ ജസ്റ്റിസ് ഫോറം തുടങ്ങാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പദ്ധതി നടപ്പിലാക്കാനായി കോളേജുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം കോളേജുകളെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കും. നിലവിൽ മഹാരാജാസ് കോളേജിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് തുടങ്ങിയപ്പോൾ സമൂഹത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ നിന്നാണ് വിമർശനമുയർന്നത്. അത്തരം വിമർശനങ്ങളെ ഒന്നും സർക്കാർ ഭയപ്പെടുന്നില്ലെന്നും സമഭാവനയുടെ അന്തരീക്ഷം നിലനിർത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു സഭയെ അറിയിച്ചു. ഏറ്റവും ഒടുവിൽ മഹാരാജാസ് കോളേജിൽ ഒരു ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് സംവിധാനം ചെയ്തതുമായിട്ട് ഇന്ന് ഡിബേറ്റുകൾ നടന്നു വരികയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ. പൊതുവെ പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമൊക്കെ അനുകൂലമായ നിലയിൽ സമഭാവനയുടേതായ ഒരു അന്തരീക്ഷം, ജെൻഡർ ജസ്റ്റിസ് ഉറപ്പുകൊടുക്കുന്ന ഒരു അന്തരീക്ഷം കലാലയങ്ങളിൽ ഉണ്ടാകുന്നതിനു വേണ്ട പ്രോത്സാഹനങ്ങളും പദ്ധതികളും നടപ്പാക്കി വരുന്നുണ്ട്. STV ന്യൂസ് ഡെസ്ക്. കൊളപ്പുള്ളിയിൽ അതിഥി തൊഴിലാളിയായ സ്ത്രീയെ അയൽവാസി ആക്രമിച്ചതായി പരാതി. കൊൽക്കത്ത സ്വദേശി നിർമ്മല ദേവിക്കാണ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്ക് അടിയേറ്റത്. കുളപ്പുള്ളിയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളിയായ സ്ത്രീക്ക് നേരെ വെള്ളിയാഴ്ച രാവിലെ 7:30യോടെയാണ് അയൽവാസിയുടെ ആക്രമണമുണ്ടായത്. ഒരേ ലൈനിലുള്ള 3 വീടുകൾക്കായി ഒരു പൊതുപൈപ്പ് മാത്രമാണ് ഉള്ളത്. ഇതിൽ നിന്ന് വെള്ളമെടുക്കുമ്പോഴായിരുന്നു യുവതിക്കു നേരെ ആക്രമണം. ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവത്തിൽ അയൽവാസിയായ ജയകൃഷ്ണനെ ഷൊർണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊൽക്കത്ത സ്വദേശിനിയായ നിർമ്മല ദേവിക്കാണ് പരിക്കേറ്റത്. ഇവരുടെ തലയിൽ 8ഓളം സ്റ്റിച്ചുണ്ട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിർമ്മലാദേവി ചികിത്സ തേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പഞ്ചായത്തിൽ പതിവായി ഉണ്ടാകുന്ന അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിന് പരിഹാരമാകുന്നു. പുതിയ സംവിധാനമൊരുക്കാൻ 80 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. മണ്ണൂർ, കൊട്ടക്കുന്ന്, വേങ്ങശ്ശേരി, അമ്പലപ്പാറ എന്നീ മേഖലകളിൽ പതിവായി ഉണ്ടാകുന്ന അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിന് പരിഹാരവുമായി
പത്തിരിപ്പാല KCB. ഇതിനായി സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചതോടെ ഇതിനുള്ള നടപടികൾ തുടങ്ങും. മേഖലയിൽ വൈദ്യുതി മുടക്കം പതിവായതോടെ മണ്ണൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ശാന്തകുമാരി MLAക്ക് നിവേദനം നൽകിയിരുന്നു. MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചത്. അമ്പലപ്പാറ കടമ്പടിപ്പുറം ഭാഗങ്ങളിലേക്ക് മാത്രമായി പത്തിരിപ്പാല 110 kV സബ്സ്റ്റേഷനിൽ നിന്നും 11 kV ലൈൻ കവർ ചെയ്ത കമ്പി ഉപയോഗിച്ച് നീട്ടുന്ന പ്രവൃത്തികൾക്കാണ് 80 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് KCB അനുമതി നൽകിയത്. പ്രവൃത്തികൾ പൂർത്തിയായാൽ മണ്ണൂർ പഞ്ചായത്തിന് പുറമെ അമ്പലപ്പാറ കടമ്പടിപ്പുറം പഞ്ചായത്തുകൾക്ക് കൂടി ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് KCB പത്തിരിപ്പാല അസിസ്റ്റന്റ് എഞ്ചിനീയർ K. പ്രേംകുമാർ അറിയിച്ചു. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈദ്യുതി മുടങ്ങിയിരുന്നത് എന്നൊന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനെ ഒരു ലൈൻ വരുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രാധാന്യം നൽകുന്നത്. ഇതുവരെ ലൈൻ മുടങ്ങുന്നതിന്റെ കാരണം നമ്മുടെ പത്തിരിപ്പാല സബ്സ്റ്റേഷനിൽ നിന്ന് ഒരു 11 kV ലൈന് മണ്ണൂർ വഴി കൊട്ടക്കുന്ന് വഴി വേങ്ങശ്ശേരി കടമ്പഴിപ്പുറം വരെ പോകുന്നത്, വേങ്ങശ്ശേരി അമ്പലപ്പാറ വരെ പോകുന്നത്. അപ്പോൾ ഈ ലൈനിൽ നിന്ന് കറണ്ട് എടുത്തുകൊണ്ടാണ് നമ്മുടെ വേങ്ങശ്ശേരി അമ്പലപ്പാറ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കടമ്പഴിപ്പുറം ഭാഗത്തും നമ്മുടെ ഈ മണ്ണൂർ ലൈനിനെ ആശ്രയിച്ചാണ് വൈദ്യുതി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം അവർക്ക് അവിടെയൊന്നും പ്രത്യേകിച്ച് സബ്സ്റ്റേഷൻ ഇല്ല. മറ്റൊരു നമ്മുടെ പത്തിരിപ്പാല സബ്സ്റ്റേഷൻ പോലെ ഒരു ലൈൻ കൊണ്ടുവരാൻ പറ്റുന്ന സബ്സ്റ്റേഷൻ അവിടെ എവിടെയും ഇല്ല. തിങ്കളാഴ്ച മുതൽ പ്രവൃത്തികൾ തുടങ്ങും. ഇതിനോടനുബന്ധിച്ച് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷയായി. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, AE പ്രേംകുമാർ, സബ് എഞ്ചിനീയർ സെൽവരാജ്, കരാറുകാരൻ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ജില്ലയിൽ ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ജില്ലാ ഭരണകൂടം. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ശ്രദ്ധ ഉണ്ടാവണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞുവീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ കാറ്റുള്ള സാഹചര്യത്തെ നേരിടാൻ ജില്ലാ ഭരണകൂടം പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല. മരച്ചുവട്ടിൽ വാഹനങ്ങളും പാർക്ക് ചെയ്യരുത്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുയിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിക്കണം. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയുമില്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക. മഴയും കാറ്റുമുള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ്. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കണം. വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കണം. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ KCBയുടെ 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കണം. തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യുക. KCB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കണമെന്നും പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കണമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകൾ സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപ് കർഷകർ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി KCB ഷൊർണൂർ സബ് ഡിവിഷനിൽ ബോധവൽക്കരണം ഊർജിതമാക്കി. വൈദ്യുതി മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾ KCBയുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഷൊർണൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ദേശീയ സുരക്ഷാ വാരം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് KCB വൈദ്യുതി മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. വൈദ്യുതി ലൈനുകൾക്ക് സമീപമുള്ള മരങ്ങളിൽ നിന്ന് ഇരുമ്പ്, അലുമിനിയം പോലുള്ള തോട്ടികൾ, കോണികൾ എന്നിവ ഉപയോഗിച്ച് ഫലങ്ങൾ പറിച്ചെടുക്കാൻ ശ്രമിക്കരുതെന്ന് KCB മുന്നറിയിപ്പ് നൽകി. വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും സമീപത്ത് പോകരുത്. എത്രയും പെട്ടെന്ന് സമീപത്തെ ഇലക്ട്രിസിറ്റി ഓഫീസിലോ ടോൾ ഫ്രീ നമ്പറായ 9496010101 എന്ന നമ്പറിലോ വിവരമറിയിക്കണം. വെള്ളത്തിൽ വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ ഒരു കാരണവശാലും ആ വെള്ളത്തിൽ ചവിട്ടരുത്. കട്ടർ, ഡ്രിൽ, വെൽഡിംഗ് മെഷീൻ മുതലായ നിർമ്മാണ ഉപകരണങ്ങൾ നിലവാരമുള്ളവ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ജോയിന്റ് ഇല്ലാത്ത വയറുകൾ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം.
വൈദ്യുത പോസ്റ്റുകളിലോ സ്റ്റേയിലോ കന്നുകാലികളെ കെട്ടുകയോ തുണി ഉണക്കാൻ അയകെട്ടുകയോ ചെയ്യരുത്. വീടുകളിലും സ്ഥാപനങ്ങളിലും ELCB എന്ന ഉപകരണം കൂടി വയറിങ്ങിൽ ഉൾപ്പെടുത്തണം. ഫ്യൂസ് പോകുകയോ ELCB ട്രിപ്പാവുകയോ ചെയ്താൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചതിന് ശേഷം മാത്രം സപ്ലൈ റീചാർജ് ചെയ്യുന്നതാണ് സുരക്ഷിതം. ടിവിയിൽ കേബിൾ ടിവിയുടെ അഡാപ്റ്ററിൽ തൊടരുത്. ഇടിമിന്നലുള്ളപ്പോൾ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. എർത്ത് വയറിൽ ഒരു കാരണവശാലും തൊടരുത്. വയറിങ്ങിൻ്റെ എർത്ത് ശരിയായ രീതിയിലാണെന്നും പരിജ്ഞാനമുള്ളവരെ കൊണ്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുകയോ പന്നി മുതലായ മൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വൈദ്യുതി ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്യരുത്. നനഞ്ഞ വിരലുകൾ കൊണ്ട് സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കുകയോ നനവുള്ള സ്ഥലത്ത് നിന്ന് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത്. വൈദ്യുതി ലൈനുകൾക്ക് താഴെ ക്രെയിനുകൾ, ടിപ്പർ ലോറികൾ മുതലായ ഉയരം കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ഒരു കാരണവശാലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതെ വൈദ്യുതി ജോലികൾ ചെയ്യരുതെന്നും KSEB മുന്നറിയിപ്പ് നൽകുന്നു. വൈദ്യുതി അപകടം ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഷൊർണൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന വൈദ്യുതി സുരക്ഷാ അവാർഡ് 2024 പാലക്കാട് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്. തിരുവനന്തപുരം സത്യൻ സ്മാരക ഹാളിൽ നടന്ന സംസ്ഥാനതല വൈദ്യുത സുരക്ഷാവാരം ഉദ്ഘാടന പരിപാടിയിൽ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പുരസ്കാര സമർപ്പണം നടത്തി. പൊതുജനങ്ങളിലേക്ക് കൂടുതൽ ബോധവൽക്കരണ പരിപാടികളും ക്യാമ്പയിനുകളും നടത്തി വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലാ ഓഫീസിനുള്ള വൈദ്യുതി വകുപ്പിന്റെ സംസ്ഥാന വൈദ്യുതി സുരക്ഷാ അവാർഡ് 2024 പാലക്കാട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സന്തോഷ് KT, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നൌഫൽ തുടങ്ങിയവർ വൈദ്യുത വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയിൽ നിന്നും പുരസ്കാരം സ്വീകരിച്ചു. 2022-24 കാലയളവിൽ പാലക്കാട് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ 48ഓളം ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയിരുന്നു. 8000ഓളം ആളുകളിലേക്ക് ബോധവൽക്കരണ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു. കുടുംബശ്രീ, ഗ്രാമസഭ, വയർമാൻ കൂട്ടായ്മകൾ, KSEB ജീവനക്കാർ തുടങ്ങി എല്ലാ മേഖലകളിലേക്കും വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായി ജില്ലയിലെ 2022-23 വർഷത്തേക്കാൾ 30% വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കാൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി ദേശമംഗലത്ത് കനത്ത മഴയിൽ വീട് തകർന്നു വീണു. ദേശമംഗലം പഞ്ചായത്തിലെ 8ാം വാർഡ് കുറുവാളി മഠം വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ 70 വയസ്സുള്ള നളിനിയുടെ വീടാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്നു വീണത്. ആരെയും ആശ്രയിക്കാനില്ലാതെ വീട്ടിൽ തനിച്ച് താമസിച്ചു വരുന്ന നളിനി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഭർത്താവ് 3 വർഷം മുൻപ് മരണപ്പെട്ടിരുന്നു. മക്കളോ മറ്റു ബന്ധുക്കളോ ഇല്ലാത്ത നളിനി വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. ആരോഗ്യപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വീട് വിട്ട് പുറത്തിറങ്ങാറില്ല. ലഭിക്കുന്ന പെൻഷൻ പണവും അയൽവാസികളായ സുമനസ്സുകളുടെ കാരുണ്യത്തിലുമാണ് ജീവിക്കുന്നത്. 2 വർഷം മുൻപ് ഭാഗികമായി തകർന്ന വീട് നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി താമസിക്കാൻ സാധിക്കുന്ന രീതിയിൽ സജ്ജമാക്കി നൽകിയിരുന്നു. അതിദരിദ്ര കുടുംബത്തിൽ ഉൾപ്പെടുത്തി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വീട് അനുവദിച്ചിട്ട് മാസങ്ങളായി. എന്നാൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ജനറൽ വിഭാഗത്തിൽ പെട്ടതല്ലെന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ അധികൃതരുമായി സഹകരിക്കാത്തതിനാലാണ് കാലതാമസം നേരിട്ടതെന്നും 2 വർഷത്തോളമായി ഇവർക്ക് വേണ്ട ഭക്ഷ്യധാന്യ കിറ്റ്, വസ്ത്രം, മരുന്നുകൾ എന്നിവ നളിനിയുടെ വീട്ടിൽ നേരിട്ട് എത്തിച്ചു നൽകുന്നുണ്ടെന്നും വാർഡ് മെമ്പർ സംഗീത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പിരായിരിയിൽ കനത്ത മഴയെ തുടർന്ന് റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. പിരായിരി ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡിൽ ജനവാസ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലേക്കാട് പറയംപറമ്പ് വാരാമ്പള്ളം റോഡിലാണ് ശക്തമായ മഴയിൽ ഗർത്തം രൂപപ്പെട്ടത്. റോഡിൽ നവീകരണ പ്രവൃത്തികൾ നടത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. ഈ മേഖലയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് അസോസിയേഷൻ പ്രതിഷേധിച്ചത്. പ്രതിഷേധ ധർണ സംസ്ഥാന സമിതി അംഗം സെയ്ദ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണന തുടരുകയാണെന്ന് സെയ്ദ് ഇബ്രാഹിം കുറ്റപ്പെടുത്തി. ക്ഷേമനിധി ബിൽ ഒരു പരിഗണനയും കൂടാതെയാണ് നിയമസഭയിൽ സർക്കാർ തള്ളിയത്. വഞ്ചനാപരമായ നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണം. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KMA ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി അനിൽ, മുൻ പ്രസിഡന്റ് സുദിത്യദാസ്, സ്വാമിനാഥൻ ചിറ്റൂർ, സുകുമാരൻ കൊഴിഞ്ഞമ്പാറ, സജിത്ത് കൊല്ലങ്കോട്, ഷബി പട്ടാമ്പി, സുദേവൻ ആലത്തൂർ, സുലൈമാൻ പാലക്കാട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാഴക്കോട് ഇന്ദിരാജി റോഡിന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ കാട്ടുപന്നി ചത്ത സംഭവത്തിൽ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡ് SI വിനയചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് ബോംബ് സ്ക്വാഡ് SI വിനയചന്ദ്രൻ, CPOമാരായ ശബരീഷ്, അഭയഘോഷ്, അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ ബോംബ് സ്ക്വാഡ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചത്.
തൃശൂരിൽ നിന്നും എത്തിയ ഡോഗ് ഹാൻഡിലർ ഷിൻഡോയുടെ നേതൃത്വത്തിൽ കാട്ടുപന്നിയുടെ തല ചിതറിയ നിലയിൽ കണ്ടെത്തിയ സ്ഥലത്തും പരിശോധന നടത്തി. വടക്കാഞ്ചേരി SI MP രാജേഷ്, അഡീഷണൽ SI ഹുസൈൻ RVK, CPO അനുരാജ്, ഹോംഗാർഡ് എന്നിവരും മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ R ദിനേശൻ, TV പ്രവീൺ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസും മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലും കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MP ജയപ്രസാദിന്റെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത്. പോലീസും ഫോറസ്റ്റും കൃത്യമായ അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് T ശിവദാസ് മേനോൻ അനുസ്മരണം നടന്നു. CPM പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച അനുസ്മരണ റാലി തൊറപ്പാളയം T ശിവദാസ് മേനോൻ സ്ക്വയറിൽ സമാപിച്ചു. അനുസ്മരണ പൊതുയോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് നമ്മൾ. പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടും. തൊഴിലാളി, കൃഷിക്കാർ, ദരിദ്രർ, പട്ടിണിക്കാർ, പാവപ്പെട്ടവർ, ആ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടം ഉയർത്തിപ്പിടിച്ച് നാം മുമ്പിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തോ സംഭവിച്ചു എന്ന് വിചാരിക്കുന്നവർ വിഡ്ഢികളായിരിക്കുമെന്ന് പറയാനാണ് ഇത്രയും കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. വലിയ ചുമതലകൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. ആ ചുമതലകൾ നിർവഹിക്കുന്നതിന്റെ ഇടയിൽ ജനങ്ങൾ വോട്ട് ചെയ്താൽ ചിലപ്പോൾ പഞ്ചായത്ത് നമ്മൾ ഭരിക്കും. ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK ദിവാകരൻ, MS കറിയ, അജിത് സക്കറിയ, CP പ്രമോദ്, V സുരേഷ്, അബ്ദുൾ റഹ്മാൻ, K വിജയൻ എന്നിവർ സംസാരിച്ചു. ടൗൺ ലോക്കൽ സെക്രട്ടറി V മനോജ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം ഉദയകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോഹി ഓർമ്മകളിൽ വിതുമ്പി ലക്കിടി അകലൂരിലെ അമരാവതി. തിരശ്ശീലയിൽ നായകന്റെ വിജയഗാഥകൾക്കൊപ്പം പരാജയപ്പെട്ടവന്റെ നിസ്സഹായതകൾ കൂടി അടയാളപ്പെടുത്തിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിതദാസ് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 15 വർഷം. അമരാവതി എന്ന വാക്കിന്റെ അർത്ഥം ഇന്ദ്രസദസ് എന്നാണ്. പുരാണങ്ങൾ പ്രകാരം ദേവന്മാരുടെ രാജാവാണ് അയാൾ. അതുപോലെ തന്നെ മലയാള സിനിമയിലെ തിരക്കഥകളുടെ രാജാവായിരുന്ന അമ്പാടത്ത് കരുണാകരൻ ലോഹിതദാസ് എന്ന AK ലോഹിതദാസിന്റെ തട്ടകമാണ് ലക്കിടി അകലൂരിലെ അമരാവതി. ദേവന്മാർ പാലാടി കടഞ്ഞ് അമൃതുണ്ടാക്കുന്നത് പോലെ അമരാവതിയുടെ പൂമുഖത്തിരുന്നാണ് തച്ചൻ മിനുക്കിയെടുത്ത ശില്പങ്ങൾ പോലെ എത്രയോ തിരക്കഥകളുടെ ചിന്തകൾ പിറന്നു വീണത്. ഭൂതക്കണ്ണാടി എന്ന തന്റെ ആദ്യ സിനിമാ സംവിധാനത്തിനു ശേഷമാണ് ലോഹി അമരാവതി സ്വന്തമാക്കുന്നത്. ലോഹിയെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ എഴുതാനുള്ള ഇടമായിരുന്നില്ല അമരാവതി. തിരക്കഥ എഴുത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള വഴിയമ്പലമായിരുന്നു ഇവിടം. ലക്കിടി അകലൂരിൽ സ്ഥിതി ചെയ്യുന്ന അമരാവതിയുടെ നാട്ടിടവഴികളിൽ അദ്ദേഹം കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളാണ് അരയണ്ണങ്ങളുടെ വീട്, കാരുണ്യം തുടങ്ങിയ എത്രയോ ലോഹിതദാസ് ചിത്രങ്ങളിൽ നമ്മൾ കണ്ടുപരിചയിച്ചത്. നാടകരചനയിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന ലോഹിതദാസ് തനിയാവർത്തനം എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനം അടയാളപ്പെടുത്തി. തിരക്കഥ എഴുത്തിൽ MTയും പത്മരാജനും ഡെന്നീസ് ജോസഫും ജോൺ പോളും കല്ലൂർ ഡെന്നീസും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് ജോഷിയും സത്യനന്ദിക്കാടും സിബി മലയിലും IV ശശിയും തുടങ്ങി മുൻനിര സംവിധായകരൊക്കെ ലോഹിതദാസിന്റെ തിരക്കഥയ്ക്കായി കാത്തുനിന്നത്. വിജയിച്ചതും പരാജയപ്പെട്ടതുമായ നായകന്മാരുടെ വ്യതകളൊക്കെ അയാളുടെ തൂലികത്തുമ്പിൽ ഒരുപോലെ വിളങ്ങി. ഓരോ ലോഹിതദാസ് കഥാപാത്രങ്ങളും പ്രേക്ഷകനിൽ എഴുത്തുകാരന്റെ ഭാവനയാണോ അതോ കഥാപാത്രം അത്തരത്തിൽ ചിന്തിച്ചതാണോ എന്ന ആശയക്കുഴപ്പം തന്നെ ഉണ്ടാക്കി. അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്ര നിർമ്മിതി. അമരാവതിയുടെ മണ്ണിൽ ലോഹിതദാസിന്റെ പാദസ്പർശമേൽക്കാത്ത നീണ്ട 15 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. ഒരു മഴയുള്ള ജൂൺ മാസത്തിലാണ് ലോഹിതദാസ് അമരാവതിയുടെ മണ്ണിൽ എരിഞ്ഞടങ്ങിയത്. നനുത്ത ചാറ്റൽ മഴ തിളക്കത്തോടെ ലോഹിയോർമ്മകളിലാണ് അമരാവതി ഇപ്പോഴും. ലോഹിതദാസിന്റെ 15ാം ഓർമ്മദിനത്തിൽ അമരാവതിയിലെ സ്മൃതി മണ്ഡപത്തിൽ ലോഹിതദാസിന്റെ ഭാര്യ സിന്ധു ലോഹിതദാസും മക്കളായ ഹരികൃഷ്ണൻ, വിജയശങ്കർ എന്നിവർ ചേർന്ന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ലോഹിതദാസിന്റെ ഛായാചിത്രത്തിൽ തിരി തെളിയിച്ചു. 16ാമത്തെ വർഷമാണ്. അപ്പോഴും സാറിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ കാലഹരണപ്പെടാത്ത ഒരാളാണ്, കാലാതീതനാണ് എന്നുള്ളത് അത് വളരെ വലിയ സന്തോഷമാണ്. സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഞാൻ പോയാലും എൻ്റെ കാൽപ്പാടുകൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. രാജേഷ് അടക്കാപുത്തൂർ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ലോഹിതദാസിനായി ഓർമ്മമരവും നട്ടു.
ലോഹിതദാസിന്റെ കണ്ണൂരിൽ നിന്നും എത്തിയ ആരാധകനായ ബിജു കണ്ണൂർ കൊണ്ടുവന്ന ഛായാചിത്രം സിന്ധു ലോഹിതദാസ് ഏറ്റുവാങ്ങി. കലാസംവിധായകൻ പ്രശാന്ത് മാധവൻ, സഹായികളായ മനോജ് ഉദയശങ്കർ, രാജേഷ് അടയ്ക്കാപുത്തൂർ, പ്രസാദ് ശ്രീകൃഷ്ണപുരം, സതീഷ് തൃശൂർ, ജയദേവൻ, ചന്ദ്രമോഹൻ, മണികണ്ഠൻ, നാട്ടുകാരായ റസാഖ്, ശ്രീജയൻ, സലാം വന്നേരി, വേലായുധൻ, രാജേഷ് കുഞ്ചൻ സ്മാരകം, സതീഷ് പത്രിപ്പാല തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ജൂൺ 29 കുളപ്പുള്ളി ഗസിബോ ഓഡിറ്റോറിയത്തിൽ നടക്കും. 138 യൂണിറ്റുകളിൽ നിന്നായി 800 പ്രതിനിധികൾ പങ്കെടുക്കും. ജില്ലാ കമ്മിറ്റി ശക്തമാക്കണമെന്നും ബാബു കോട്ടലിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും KVVS നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുളപ്പള്ളി ഗസിബോ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യ വരണാധികാരിയാവും. ജില്ലയിലെ 138 യൂണിറ്റുകളിൽ നിന്നായി 35,000-ഓളം മെമ്പർമാർ നിലവിലുണ്ട്. ഇതിൽ 800 കൗൺസിലർമാരാണ് സമ്മേളനത്തിൽ പ്രതിനിധികളായി പങ്കെടുക്കുക. 3500 അംഗങ്ങൾക്ക് സഹായം, മരണപ്പെടുന്ന അംഗത്തിന്റെ കുടുംബത്തിന് 10 ലക്ഷം സഹായം, മാരക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് 10,000 മുതൽ 1 ലക്ഷം വരെ സഹായം എന്നീ പദ്ധതികളും ഏകോപന സമിതി നടത്തിവരുന്നു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഖജാൻജി ദേവരാജൻ, വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും. നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം, തെരഞ്ഞെടുപ്പ് സമ്മേളനം നാളെ 29 കുളപ്പുള്ളി ഗസീബോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ 4000-ഓളം യൂണിറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടത്തി 14 ജില്ലകളിൽ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടത്തി. ജൂലൈ മാസം 28 സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടിയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ 29 രാവിലെ 9:10 മണിക്ക് കുളപ്പള്ളി ഗസീബോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു കോട്ടയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളനം ജൂലൈ 28 ആലപ്പുഴയിലാണെന്നും സംഘാടക സമിതി ഭാരവാഹികളായ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, ജില്ലാ സെക്രട്ടറി മുസ്തഫ വല്ലപ്പുഴ, നിയോജകമണ്ഡലം പ്രസിഡന്റ് മൊയ്തു ഹാജി, ജനറൽ സെക്രട്ടറി KP റസാഖ്, സിദ്ദിഖ് പത്രാസ്, സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വടക്കേക്കര സ്കൂൾ വിദ്യാർത്ഥികൾ ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ലൈബ്രറി സന്ദർശിച്ചു. സന്ദർശന പരിപാടി സ്കൂൾ PTA പ്രസിഡന്റ് C മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലൈബ്രറി സെക്രട്ടറി C ബിജു അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക P രാജലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ R സുചിത്ര, K നിഷ, PTA വൈസ് പ്രസിഡന്റ് V വിനീഷ്, ഫ്രണ്ട്സ് ക്ലബ്ബ് ട്രഷറർ PK സഞ്ജയൻ, വനിതാവേദി പ്രസിഡന്റ് സുമിജ മനേഷ്, വിദ്യാർത്ഥികളായ നിഹാരിക, യാഷിക എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രവർത്തകരായ KP പ്രണവ്, KP പ്രത്യൂഷ്, C അശ്വിൻ, C ചിത്രഭാനു, UR രാകേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് വജ്രജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ജൂൺ 30 നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ജൂബിലി സമാപന സമ്മേളനം മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. P മമ്മിക്കുട്ടി MLAയുടെ അധ്യക്ഷതയിലായിരിക്കും വജ്രജൂബിലി സമാപന സമ്മേളനം. സമ്മേളനത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ ബാങ്ക് പ്രവർത്തന പരിധിയിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കുമെന്ന് ഭരണസമിതി അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി വിദ്യാർത്ഥികളെ ആദരിക്കും. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയാകും. 60 വർഷമായി ബാങ്കിന്റെ പുരോഗതിക്ക് വേണ്ടി ഒപ്പം നിന്ന സഹകാരികളോട് കൃതജ്ഞതയുണ്ടെന്നും ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇവരെല്ലാവരുടെയും കഠിനമായ ഒരു കൂട്ടായ പ്രവർത്തനം, ആ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ ബാങ്ക് വളർന്ന് ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ബാങ്ക് ഈ രൂപത്തിലെത്തിയെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിലും ബാങ്ക് വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ ഇടപെടലുകളുടെ ഭാഗമായിട്ട് നാട്ടിലെ ജനങ്ങൾക്കും അതിൻ്റെ വലിയ സഹായങ്ങൾ ബാങ്കിനെ സംബന്ധിച്ചുണ്ടാവുകയും രണ്ടും ബാങ്കും നാടും ഒരുപോലെ ഒന്നിച്ച് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ നാഴികക്കല്ലുകൾ കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഇതിനു മുന്നേ പല നാഴികക്കല്ലുകളും താണ്ടിയിട്ടുണ്ട്, വലിയ നേട്ടങ്ങൾ.
വാർത്താസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് പി രഞ്ജിത്ത്, സെക്രട്ടറി കെ വിനോദ് മേനോൻ, പി സോമസുന്ദരൻ, സി ഉണ്ണികൃഷ്ണൻ, പി എ പത്മജ, ആർ കെ രോജകുമാരി, ആർ കെ രവി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമ്പത്തിക തിരിമറിയുടെയും തെറ്റുകൾ ആവർത്തിച്ചതിന്റെയും പേരിലാണ് പട്ടാമ്പി മേഖലയിൽ ചിലരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. പുറത്താക്കപ്പെട്ടവരുടെ ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. മുഹമ്മദ് ബൂസിൻ MLA പാർട്ടിയുമായി സഹകരിക്കുന്നില്ലെന്ന പരാതി ഗൌരവത്തോടെ ചർച്ച ചെയ്യും. തെറ്റുകാരെ CPI സംരക്ഷിക്കില്ലെന്നും KP സുരേഷ് രാജ്. വളത്തോട് നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി എഞ്ചിനിൽ നിന്ന് വേർപെട്ടത് പരിഭ്രാന്തിക്കിടയാക്കി. 15ാം പാലത്തിനടുത്ത് വെച്ച് വേർപെട്ടത് എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ ബോഗി. ദുരന്തം ഒഴിവായത് ട്രെയിനിന് വേഗത കുറവായിരുന്നതുകൊണ്ട്. കനത്ത മഴ തുടരുന്നു. മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഭാഗികമായി തുറന്നു. ശക്തമായ കാറ്റിനെ നേരിടാൻ പൊതുജാഗ്രതാ നിർദ്ദേശവുമായി പാലക്കാട് ജില്ലാ ഭരണകൂടം. ദേശമംഗലത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. പല ഗ്രാമീണ പാതകളും തകർച്ചയിൽ. വാടാനം കുറിശ്ശിയിൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ഗതാഗതം ദുരിതപൂർണമായ സാഹചര്യത്തിൽ യാത്രാക്ലേശത്തിന് സത്വര പരിഹാരം കാണണമെന്ന ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ രൂക്ഷ വിമർശനം. ഷൊർണൂർ ചുടുവാളത്തൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPM BJP പ്രാദേശിക നേതൃത്വം. 12-13 വാർഡുകളിൽ മേധാവിത്വം ഉറപ്പിക്കാൻ പ്രദേശത്ത് സ്ഥിരതാമസമുള്ള പലരുടെയും പേര് പട്ടികയിൽ നിന്ന് നീക്കാൻ BJP ഗൂഢാലോചന നടത്തിയെന്ന് CPM. നാട്ടിലില്ലാത്തവരും മറ്റ് പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വോട്ടർ പട്ടികയിൽ വേണമെന്ന നിർബന്ധം എന്തിനെന്ന ചോദ്യവുമായി BJP പ്രാദേശിക നേതൃത്വം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കണമെന്ന് K ശാന്തകുമാരി MLA. ഇതിനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന് MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങളിൽ സമഭാവനയുടെ അന്തരീക്ഷം നിലനിർത്താനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. കൊളപ്പുള്ളിയിൽ അതിഥി തൊഴിലാളിയായ യുവതിക്ക് നേരെ ആക്രമണം. അയൽവാസി പോലീസ് കസ്റ്റഡിയിൽ. ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. മണ്ണൂർ പഞ്ചായത്തിൽ പതിവായി ഉണ്ടാകുന്ന അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിന് പരിഹാരമാകുന്നു. പുതിയ സംവിധാനം ഒരുക്കാൻ സർക്കാർ 80 ലക്ഷം അനുവദിച്ചു. നടപടി സ്ഥലം MLAയുടെ ഇടപെടലിനെ തുടർന്ന്. ദേശീയ സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വൈദ്യുതി മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ ബോധവൽക്കരണവുമായി KSEB. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.